ഒരു ക്യാമ്പസ് പ്രണയം ഭാഗം 9. അവൾ റൂമിലെത്തിയതും എല്ലാവരും അവൾക്കായി വെയിറ്റ് ചെയ്യുകയായിരുന്നു. നീ എവിടെയായിരുന്നു ഗൗരി? ദിവ്യ അവളോടായി ചോദിച്ചു. അത് ഞാൻ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു, അതാ ലേറ്റായി. അപ്സര, ഞങ്ങൾ കുറേ നേരം നോക്കിയിട്ടും നിന്നെ കണ്ടില്ലായിരുന്നു, അതാ. കൃഷ്ണ, പിന്നെ ഞങ്ങളെല്ലാം അറിഞ്ഞിട്ടോ? എന്ത്? അവൾക്ക് എല്ലാം മനസ്സിലായിട്ടും അവൾ സംശയത്തോടെ ചോദിച്ചു. മതി ഗൗരി, നീ എന്താ ഞങ്ങളോട് ഇതൊന്നും പറയാതിരുന്നേ? ദിവ്യ ചോദിച്ചു. ഗൗരി, എടാ അത് പിന്നെ വേറൊന്നുമില്ല, ഞാനത് വലിയ കാര്യമായി ഒന്നും എടുത്തിരുന്നില്ല, അതാണ് അതേപ്പറ്റിയൊന്നും നിങ്ങളോട് പറയാതിരുന്നേ. എന്നാലും കോളേജിലുള്ള ബാക്കിയുള്ളവർ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. ശരിക്കും എന്താ സംഭവിച്ചേ? അപ്സര അവളോട് ചോദിച്ചു. അവളെല്ലാവർക്കും നടന്നതെന്താ എന്ന് വിവരിച്ചു കൊടുത്തു. ഇതാണ് കാര്യം, ഇതിങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പിന്നെ അവരെ പേടിച്ച് ഓടാനൊന്നും പറ്റില്ലല്ലോ, വരുന്നിടത്ത് വെച്ച് കാണാം. അതും പറഞ്ഞ് അവൾ ബെഡിൽ പോയി കിടന്നു. ദിവ്യ, എന്താടാ നീ ഡിന്നർ കഴിക്കുന്നില്ലേ? ഗൗരി, വിശപ്പില്ല, ഞാൻ അവിടെ നിന്ന് കഴിച്ചിട്ടാ വന്നേ, നിങ്ങൾ കഴിച്ചോ? ആടാ. അതും പറഞ്ഞ് അവർ 3 പേരും ഡിന്നർ കഴിക്കാനായി പോയി. ഗൗരി ഇന്ന് നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്നും കൂടി ഓർത്തു. അവൻ കോഫി ഒഴിച്ചതും അവൾ അവനെ തല്ലിയതും അരുൺ അവളെ തല്ലാൻ കൈയോങ്ങിയതും എല്ലാം അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു. അവൾക്ക് പെട്ടെന്ന് തലവേദനിക്കുന്ന പോലെ തോന്നി. അവൾ എഴുന്നേറ്റ് ഒന്ന് മുഖം കഴുകി പിന്നെയും ഒന്ന് കിടന്നു. ജനൽ തുറന്നിട്ടതുകൊണ്ട് പുറത്തുനിന്ന് തണുത്ത കാറ്റ് വീശിയതും അവൾക്കല്പം സുഖം തോന്നിച്ചു. അവൾ പുറത്തേക്കൊന്ന് നോക്കിക്കിടന്നു. ഒരുപാട് മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിന്നെങ്കിലും അതിൻ്റെ ഇടയിലൂടെ നിലാവിൻ്റെ വെളിച്ചത്തിൽ അപ്പുറത്തായി ബോയ്സ് ഹോസ്റ്റലിൻ്റെ ചെറിയൊരു ഭാഗം അവൾക്ക് കാണാൻ കഴിയുമായിരുന്നു. അവളിനി ആ കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കണ്ട എന്ന് കരുതിയെങ്കിലും വീണ്ടും അവളുടെ മനസ്സിലേക്ക് ഓരോ കാര്യങ്ങൾ കടന്നു വന്നു. എന്നാലും അവൻ എന്തിനാ ഈ നിസ്സാര കാര്യത്തിനൊക്കെ ഇത്രയും പ്രശ്നമുണ്ടാക്കുന്നത്? ഞാൻ സോറി പറഞ്ഞതല്ലേ, പിന്നെയും. അല്ലെങ്കിലും എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു? അന്ന് ദേഷ്യപ്പെടേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. ഇവനിങ്ങനെ ഇതൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് വരുമെന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അന്ന് തന്നെ എൻ്റെ തെറ്റാ എന്ന് പറഞ്ഞ് പ്രശ്നം സോൾവ് ആക്കിയേനെ. ഇതിപ്പോ വല്ലാത്ത കഷ്ടായി പോയി. ഞാൻ കാരണം അവരും. ഇനിയിപ്പോ തല്ലിയത് കാരണം അവന് ജന്മം എന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. എന്തു ചെയ്യാൻ? എന്തായാലും പെട്ടുപോയില്ലേ, ഇനിയിപ്പോ ഞാൻ വിട്ടുകൊടുക്കില്ല. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ, എന്തോ വലിയ ആളാണെന്ന് അവന്റെ വിചാരം. അവന്റെ അഹങ്കാരം മാറ്റിക്കൊടുക്കണം. അവൾ ചുണ്ടുപൂർപ്പിച്ച് ഓരോന്ന് പിറുപിറുത്തുകൊണ്ടിരുന്നു. എന്താ മോളെ, കോളേജിലെ കാര്യങ്ങളൊക്കെ ഓർത്ത് പെട്ടായോ? ദിവ്യയുടെ ആ ചോദ്യം കേട്ടാണ് അവൾ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റത്. അല്ല, അത് പിന്നെ അങ്ങനെയൊന്നുമില്ല. അവർ അത് കേട്ട് കാണുമോ എന്ന കാര്യം ഓർത്ത് അവൾക്ക് വല്ലാത്ത ചമ്മൽ തോന്നി. നീ ഉറങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ട് ഇതാണോ പരിപാടി? നിനക്ക് എന്തേലും പറയാനുണ്ടെങ്കിൽ ഞങ്ങളോട് ഷെയർ ചെയ്താൽ പോരെ, എന്തിനാ ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കുന്നേ? അപ്സര അവളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. പോടി, ഞാൻ ഒറ്റയ്ക്ക് സംസാരിച്ചൊന്നുമല്ല. അവൾ മുഖം താഴ്ത്തിക്കൊണ്ട് അത് പറഞ്ഞു. ഞാൻ ഉറങ്ങട്ടെ. അതും പറഞ്ഞ് അവൾ വേഗം പോയി കിടന്നിരുന്നു. കൂടെ ബാക്കിയുള്ളവരും. രാവിലെ 9:07. ഇന്ന് വളരെ നേരത്തെ തന്നെയായിരുന്നു ഗൗരി കോളേജിലേക്ക് ഇറങ്ങിയത്. ക്ലാസ്സിലേക്ക് നടക്കുന്ന വഴി അവൾ പ്രതീക്ഷിച്ച പോലെ തന്നെ എല്ലാവരും അവളെ തുറിച്ചു നോക്കുന്നുണ്ടായിരുന്നു. ആ സംഭവത്തിന് ശേഷം ഇന്നാണ് അവൾ ക്ലാസ്സിലേക്ക് പോകുന്നത്. അവൾ ആരെയും ശ്രദ്ധിക്കാതെ നേരെ നടന്നു. അപ്പോഴാണ് സ്നേഹ ചേച്ചിയും അവരുടെ 3 ഫ്രണ്ട്സും കൂടി അവളുടെ അടുത്തേക്ക് വന്നത്.
ആ, ഇതാണ് നിങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഇരുന്ന ഗൗരി. സ്നേഹ ഗൗരിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഹായ് ഗൗരി. അവൾ അവരെ നോക്കി ഒന്നും പുഞ്ചിരിച്ചു. ചേച്ചിയുടെ ഫ്രണ്ട്സ് ആണോ? അവൾ സ്നേഹയോട് ചോദിച്ചു. സ്നേഹ: ഫ്രണ്ട്സ് മാത്രമല്ല, അരുണിന്റെ ക്ലാസ്മേറ്റ്സ് കൂടിയാണ്. നിന്നെ ഇന്നലത്തെ പെർഫോമൻസ് കണ്ടപ്പോ മുതൽ നിന്നെ കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞതാ ഇവർ. ഓഹോ, എന്തിനാ? എന്നെ എല്ലാവർക്കും കൂടി തല്ലാനാണോ? ഗൗരി ചിരിച്ചുകൊണ്ട് അവരോട് ചോദിച്ചു. ഏയ്, അതല്ല, നിനക്കൊരു ഷേക്ക് ഹാൻഡ് തരാനായിരുന്നു. ആ അതുൽ, അവനിട്ടൊരു അടി കൊടുത്തത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അതിലൊരാൾ പറഞ്ഞു. ഗൗരി: അതെന്താ അത്? എല്ലാവരും അങ്ങനെ തന്നെ പറയുന്നുണ്ടല്ലോ. അവൻ അത്രയ്ക്ക് മോശമാണോ? ആണോന്നോ? ആൾ ഗേൾസിന്റെ ഒക്കെ അടുത്ത് ഭയങ്കര മോശമാണ്, ഭയങ്കര ഉടായിപ്പാ. അരുണിന് ഓരോന്ന് പറഞ്ഞു കൊടുത്ത് അവൻ എങ്ങനെയാക്കുന്നത് അവനാ. പക്ഷെ അവനിതുവരെ അത് മനസ്സിലായിട്ടില്ല. ആണോ? അപ്പൊ ഒരെണ്ണം കൊടുത്തത് നന്നായി, ഗൗരി പറഞ്ഞു. പക്ഷേ അരുൺ പാവമാട്ടോ, സ്നേഹ ചേച്ചി പറഞ്ഞു. ഓ പിന്നെ, പാവമോ? എന്നിട്ടാണോ ഇത്ര ചെറിയ കാര്യം ഇങ്ങനെ വലുതാക്കിയേ? എനിക്ക് പാവാന്ന് തോന്നുന്നില്ല, എന്തോ വലിയ സംഭവമാണെന്നാ അയാളുടെ വിചാരം. എടാ, അത് നിനക്ക് തോന്നുന്നതാ. അവന്റെ അടുത്ത് നല്ല രീതിയിൽ പെരുമാറിയാൽ ആൾ അടിപൊളിയാണ്. ഓ, നിങ്ങൾ നന്നായി പെരുമാറിക്കോ, എനിക്കങ്ങ് പറ്റില്ല. അത് പറഞ്ഞപ്പോഴേക്കും ആരെയും മീരയും ബാക്കിയുള്ളവരും അതുവഴി വരുന്നുണ്ടായിരുന്നു. പ്രിയ എവിടെ? ഗൗരി ചോദിച്ചു. അവൾക്ക് പനിയാ, അതുകൊണ്ട് ലീവാണ്, ആര്യ പറഞ്ഞു. ഗൗരി: പനിയോ? ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, ഇപ്പൊ എന്താ? ആവോ, അറിയില്ലടി, അർച്ചന പറഞ്ഞു. പനിയൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ അവളുടെ ബോയ് ഫ്രണ്ട് കാണാൻ വരുമായിരിക്കും, അതായിരിക്കും. സ്കൂളിൽ പഠിക്കുന്ന ടൈമിലും അവൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് മുങ്ങാറുള്ളതാ, അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ ഗൗരി, ഇതാണോ നിന്റെ ഗ്യാങ്? സ്നേഹ ചേച്ചി ചോദിച്ചു. ആ പിന്നേടാ, ഞാൻ പറയാറില്ലേ സ്നേഹ ചേച്ചി, ആളാണിത്. അവരെല്ലാം പരസ്പരം ഒന്ന് പരിചയപ്പെട്ടു. എന്നാ ശരി ചേച്ചി, നമുക്ക് പിന്നെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ക്ലാസ്സിലേക്ക് പോയി. അപ്പോഴേക്കും അധികം സമയമായില്ലായിരുന്നു. അവർ അങ്ങനെ ആ വരാന്തയിൽ തന്നെ നിന്നു. അപ്പോഴാണ് അവർ താഴേക്ക് നോക്കിയത്. അവിടെ പതിവ് പോലെ തന്നെ അരുണും ക്ലാസിന്റെ വരാന്തയിൽ നിൽക്കുകയായിരുന്നു. അവൻ ഗൗരിയെ കണ്ടതും അവന്റെ മുഖം ദേഷ്യത്താൽ ചുവന്നു. അവനൊന്ന് പിരികം ചുളിച്ചുകൊണ്ട് അവളെ ഒന്ന് നോക്കിയതും, പോടാ ഇവളെ ഇന്ന് ഞാൻ, അവൻ ദേഷ്യം കൊണ്ട് ആ തൂണിൽ ഒന്നിടിച്ചു. എടാ അരുണേ, നീ ഒന്ന് അടങ്ങി നിൽക്ക്, ഇങ്ങനെ കിടന്ന് പ്രഷറാവാതെ. അവന്റെ ബെസ്റ്റ് ഫ്രണ്ടായ അഫ്സലാണത് പറഞ്ഞത്. ഈ സംഭവം നടക്കുമ്പോൾ അവനുണ്ടായിരുന്നില്ല. ഇന്ന് വന്നപ്പോഴാണ് ഇതൊക്കെ അവൻ അറിയുന്നത് തന്നെ. പിന്നെ അവളുടെ കാട്ടായം കണ്ടിട്ട് തന്നെ വലിച്ച് കീറി ഭിത്തിയിൽ ഒട്ടിക്കാൻ തോന്നുന്നുണ്ട് എനിക്ക്. അരുൺ ദേഷ്യത്തിൽ മറുപടി കൊടുത്തു. അഫ്സൽ: എടാ നീ ഒന്ന് അടങ്ങ്, അതൊരു പെൺകൊച്ചല്ലേ. പിന്നെ എന്നിട്ട് അവളുടെ അഹങ്കാരത്തിനൊരു കുറവുമില്ലല്ലോ. അതുലിനെ തല്ലിയിട്ടും നീ അവളോട് ക്ഷമിക്കാനാണോ എന്നോട് പറയുന്നേ? ഓഹോ, ആരാ? അവനോ? അവനത് ആവശ്യമായിരുന്നു. ഒരു ചെറിയ കാര്യത്തിന് ആ പെണ്ണിന്റെ മേത്തേക്ക് കോഫി ഒഴിക്കേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു അവന്. അപ്പോ അവനത് ആവശ്യമാണ്. എല്ലാ പെണ്ണുങ്ങളും പഴയ പോലെ മിണ്ടാണ്ടിരിക്കും എന്ന് നീ വിചാരിക്കണ്ട. നീ എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല, അവൾക്ക് ഞാൻ നല്ലത് കൊടുക്കും. നീ എന്തെങ്കിലും കാണിക്ക്, ഞാൻ പറഞ്ഞേ ഉള്ളൂ. അതും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോയി. ഗൗരി
അവനെ അങ്ങനെ വിളിക്കുന്നതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഏമി അവിടെ നിൽപ്പുണ്ടായിരുന്നു.